നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വകാര്യ സംഭാഷണത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ US പ്രസിഡന്റ് ജോ ബൈഡൻ തെറി വിളിച്ചതായി റിപ്പോർട്ടുകൾ. പുറത്തുവിട്ട റിപ്പോർട്ടനുസരിച്ച് ഗാസയിൽ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൈഡൻ പ്രകോപിതനായി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഇസ്രായേലിനെ വെടിനിർത്തലിന് സമ്മതിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ നെതന്യാഹു തനിക്ക് സ്വൈര്യം നൽകുന്നില്ലെന്നും ബൈഡൻ സംഭാഷണമധ്യേ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും ബൈഡൻ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ജോ ബൈഡൻ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു വന്ന റിപ്പോർട്ടുകൾ ബൈഡനുമായി അടുത്ത വൃത്തങ്ങളിൽ 3ഓളം പേർ സ്ഥിരീകരിച്ചു എന്നാണ് സൂചനകൾ. നെതന്യാഹുവിൻ്റെ ഗാസ ആക്രമണം മതിയെന്നും ഈ ക്രൂരത നിർത്തേണ്ടതുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് സംസാരം മധ്യേ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ചയാണ് ജോ ബൈഡനും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും തമ്മിലുള്ള സംഭാഷണം ഏകദേശം 3/4 മണിക്കൂറുകളോളം നീണ്ടുനിന്നു. റാഫേൽ അഭയം പ്രാപിക്കുന്ന ഏകദേശം 1 ദശലക്ഷം ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിശ്വസനീയമായ പദ്ധതികളാണ് ആവശ്യമെന്നും ബൈഡൻ വ്യക്തമാക്കി. അത്തരം പദ്ധതികൾ നടപ്പിൽ വരുത്താതെ സൈനിക നടപടികൾ ആരംഭിക്കരുതെന്നും നെതന്യാഹുവിനോട് ബൈഡൻ പറഞ്ഞതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാവുകയും ജൂതരാഷ്ട്രത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ നെതന്യാഹുവിനെ മോശം വ്യക്തിയെന്ന് US പ്രസിഡന്റ് സ്വകാര്യമായി ആക്ഷേപിച്ചുവെന്ന ആരോപണമാണ് ഉയർന്നത്. എന്നാൽ നെതന്യാഹുവിനെതിരെ US പ്രസിഡന്റിൻ്റെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി ജോ ബൈഡൻ്റെ വക്താവ് ആൻഡ്രൂ ബെറ്റ്സ് രംഗത്തെത്തിയിരുന്നു. അതേസമയം ജോ ബൈഡൻ നെതന്യാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത നിരാശനാണെന്നാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹു തൻ്റെ ഉപദേശം അവഗണിക്കുകയാണെന്നും ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും ഉപദേശകരോടും മറ്റുള്ളവരോടും ജോ ബൈഡൻ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ തങ്ങളുടെ ഗാസ ആക്രമണം ആരംഭിച്ചത് മുതൽ നെതന്യാഹുവിനെ പരസ്യമായി ബൈഡൻ വിമർശിച്ചിരുന്നില്ല. എന്നാൽ പലതവണ ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഗാസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു.